കൊല്ലം ജില്ലയിൽ നിന്ന് 70 കിലോമീറ്റർ മാറി മനോഹരമായ ഒരു ഗ്രാമം. ആനയും പുലിയും കടുവയൊക്കെ ഇറങ്ങുന്ന കൊല്ലത്തിൻ്റെ അധികമാരും കണ്ടിട്ടില്ലാത്ത സുന്ദര ഗ്രാമം. നാഗമണി എസ്റ്റേറ്റിൻ്റെ ഒരു ഡിവിഷന് താഴെ കാണുന്ന കുറവെന്ന ഡിവിഷൻ. അവിടെ മലയാളികൾ അവിടെ കൂടുതൽ. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഏറെയുള്ള ഒരു വനഗ്രാമം. കൊല്ലം പട്ടണത്തിൽ നിന്ന് 73 കിലോമീറ്റർ മാറി കൊല്ലത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം. കുറുവന്താവളം എന്ന ഈ വനഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. സമയം ആയി കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. ആനയുണ്ട്, ആന ശരിക്കും ഉണ്ട്. ഇഷ്ടംപോലെ മരങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്, റബ്ബർ മരങ്ങൾ. അത് ഇവരോട് ചായ്ക്കുക. എന്നിട്ടും വാച്ചർമാരുണ്ട്. വാച്ചർമാർ ഒരു ഭാഗത്ത് നിൽക്കുവാണെങ്കിൽ ആന ഒരു ഭാഗത്ത് തല്ലിയിടും. ഇന്നേ ഭാഗത്തുണ്ട്, ഇങ്ങനെയുണ്ട്, എല്ലാ സൈഡിലും ആനയുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ കവുകൾ കുറേ ആന ഒന്ന് പഠിച്ചുകൊണ്ട് പോയത്. ആ ചക്ക സീസണിലൊക്കെ ലൈൻസിലൊക്കെ കയറിയുണ്ട് കേട്ടോ. ഏത് ആൾക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ അവിടെ വന്നു. പുലിയുണ്ട്. മുറ്റത്ത് കിടന്ന് പശുക്കളെ പിടിച്ചോണ്ട് പോകും. ഒത്തിരി പട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം മിക്സ് ആയി കിടക്കും. ഇവിടെ ചിലപ്പം തമിഴ് ആരാ മലയാളി ആരാ കണ്ടുപിടിക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ട്. ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ച് വളർന്നവരാ. ഞാനൊക്കെ 3-ാം തലമുറയാണ്. അച്ഛൻ്റെ അച്ഛനൊക്കെ ഇവിടെ ജോലി ചെയ്തു. അവിടെ തീർന്നു. നമ്മുടെ മക്കളാരും രക്ഷത്തിൽ കയറുന്നില്ല. പിന്നെ വൈഫിന് അവിടെ ജോലി വന്നു. അധികമാർക്കും അറിയാത്ത ഒരു ചരിത്രം കൂടിയുണ്ട് ഈ വനഗ്രാമത്തിന്. ഇന്ന് കാണുന്ന കൊല്ലം ചെങ്കോട്ട റോഡ് അന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവ്, കഴുതുരുട്ടി, മാമ്പഴത്തറ വഴിയായിരുന്നു ചാലിയക്കര, പുനലൂർ, പത്തനാപുരം ഭാഗത്തേക്ക് എത്തിയിരുന്നത്. റോഡിന് മാറ്റം വന്ന സ്ഥലങ്ങളിൽ പണ്ടത്തെ റോഡിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉള്ളതായി ഇവിടെയുള്ളവർ പറയുന്നു. അന്നത്തെ ഇതുവഴിയുള്ള യാത്രകൾ പ്രധാനമായും കാൽനട അല്ലെങ്കിൽ വില്ലുവണ്ടിയിലായിരുന്നു. നിബിഡ വനപ്രദേശമായതിനാൽ 10ഉം 20ഉം പേരും ചേർന്നുള്ള ചെറു സംഘങ്ങളായാണ് അന്നത്തെ യാത്രകളെല്ലാം ചെയ്തിരുന്നത്. ഒരു വൺ ഡേ ട്രിപ്പായി പോകാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണിത്. കൊല്ലം പുനലൂർ കഴുതുരുട്ടി വഴി മാമ്പഴത്തറയിലെത്തി അവിടെയുള്ള വ്യൂ പോയിന്റും കണ്ട് നിങ്ങൾക്ക് കുറുവന്താവളത്തിലേക്ക് എത്താവുന്നതാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഏറെയുള്ളൊരു റൂട്ട് കൂടിയാണിത്. എല്ലാവരും സൂക്ഷിച്ച് യാത്ര ചെയ്യുക. മാക്സിമം ബൈക്കിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക.